ഓസ്ട്രേലിയ എന്ന വലിയൊരു സ്വപ്നമായിട്ട് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിട്ട് ഇവിടെ വന്നിറങ്ങുന്ന നമുക്ക്, അതിപ്പം സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഫാമിലീസ് ആയിക്കോട്ടെ, ഒത്തിരി സ്വപ്നങ്ങളും ബിസിനസ് ഐഡിയാസ് ആയിട്ട് വരുന്ന ഓൺട്രപ്രണേഴ്സ് ആയിക്കോട്ടെ, നമുക്ക് ഒട്ടും സുപരിചിതമല്ലാത്ത ഒത്തിരി ടേംസിന്റെയും പ്രോസസ്സിന്റെയും ഒത്തിരി നൂലാമാലകളുടെ ഇടയിലേക്കാണ് നമ്മൾ വന്ന് ഇവിടെ ലാൻഡ് ചെയ്യുന്നത്. ABN, ടാക്സ് ഫയൽ നമ്പർ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞാലോ, എൻഡ് ഓഫ് ഫൈനാൻഷ്യൽ ഇയർ ആകുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഒരേപോലെ ടെൻഷൻ അടിച്ച് നോക്കുന്ന ഒരു കാര്യമുണ്ട്, നല്ലൊരു അക്കൗണ്ടന്റിനെ കിട്ടാൻ. വെറും ഒരു അക്കൗണ്ടന്റിനെ കിട്ടിയിട്ട് കാര്യമില്ല, കണ്ണടച്ച് വിശ്വസിക്കാവുന്ന, ടാക്സേഷൻ റൂൾസിന്റെ ഇൻസൈഡ് ഔട്ട് അറിയാവുന്ന, നമുക്ക് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു അക്കൗണ്ടന്റ്. അങ്ങനെ കുറെ ചോദ്യങ്ങളായിട്ട് ഞാനിവിടെ വന്നെത്തിയിരിക്കുന്നത് സൗത്ത് ഓസ്ട്രേലിയയിലെ അഡ്ലീഡിലാണ്. നമസ്കാരം, ഞാൻ നിക്കിത പോൾ. ഏഷ്യാനെറ്റ് പ്ലസിന്റെ ഫോക്കസിന്റെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് മിസ്റ്റർ സാക്കി ജെയിംസൺ, ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഓഫ് ദ ടോട്ടൽ അക്കൗണ്ടിങ്. ഒരു ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലിയിൽ നിന്നുള്ള തുടക്കം, പിന്നെ ഫോറക്സും ബാങ്കിങ്ങിലും എല്ലാം ഉള്ള എക്സ്പീരിയൻസ്, 10-16 വർഷത്തിൽ കൂടുതലുള്ള ഫൈനാൻസ് എക്സ്പെർട്ടീസ്, ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം ഓസ്ട്രേലിയയിൽ തന്നെ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ടോട്ടൽ അക്കൗണ്ടിങ് എന്ന ഈ ഫേമിന്റെ ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ അല്ലെ. ഐ എം പ്രിറ്റി ഷുവർ ദ ജേർണി വാസന്റ് ഈസി. ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും, ഒത്തിരി കണ്ണുനീരും പ്രാർത്ഥനയും പ്രയത്നവും എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ എത്തിയിട്ടുണ്ടാവുക അല്ലെ. ശരിക്കും പാലക്കാരൻ സാക്കി എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ ഇത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു അക്കൗണ്ടന്റ് ആയത്? ഇത് എന്റെ ആഗ്രഹത്തെക്കാളും കൂടുതൽ എന്റെ അപ്പന്റെ ആഗ്രഹമാണ്. പറയാൻ എളുപ്പമാണ്, പക്ഷെ നടത്തി വരുത്താൻ പാടായിരുന്നു. നെവർ ഈസി, ഫെയിൽഡ് മിസറബിളി സെവറൽ ടൈംസ്. 2019 എനിക്ക് ഫുള്ളല്ല, ഞാൻ IPA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അക്കൗണ്ട്സിന്റെ പബ്ലിക് പ്രാക്ടീസ് ലൈസൻസ് കിട്ടി. അതിനുശേഷം എനിക്ക് TPP ടാക്സ് പ്രാക്ടീസ് ലൈസൻസ് കിട്ടി. അത് കഴിഞ്ഞ് ASIC ലൈസൻസ് കിട്ടി. 16 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ എക്സ്പീരിയൻസ് അത് എനിക്കൊരു യുണീക് സെല്ലിംഗ് ആണ്, യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യം. ഫോറിൻ എക്സ്ചേഞ്ച്, UA എക്സ്ചേഞ്ചിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതും വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. നാട്ടിലെ റൂൾസും ഈക്വലി അറിയാം. അതെന്ന് വെച്ചാൽ പലപ്പോഴും ചോദിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് നമ്മളോട്, നാട്ടിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ അപ്പൊ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താലുള്ള ഗൈഡ് ലൈൻസ് തന്നെയാണ് എല്ലാവരും ഫേസ് ചെയ്യുന്നത്. നാട്ടിലൊരു സ്ഥലം വിറ്റാലെന്നായി അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ വരുമ്പോൾ പലപ്പോഴും എനിക്ക് ആൾക്കാർക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് ബാങ്കിൽ നാട്ടിൽ വർക്ക് ചെയ്യുന്നുള്ള അറിയാം. അപ്പൊ ആ ഇൻഫർമേഷൻ യു ഹാവ് ദാറ്റ് ഇൻ യുവർ ബാക്ക്ഗ്രൗണ്ട്. അതെ, കാരണം അത് ആ ഒരു എക്സ്പീരിയൻസ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ അക്കൗണ്ടന്മാർക്കുണ്ടെന്ന്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഫോറിൻ എക്സ്ചേഞ്ചിന്റെ എക്സ്പീരിയൻസും, കാരണം ഇപ്പൊ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് എങ്കിൽ അവർക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട AML ഗൈഡ് ലൈൻസോ അല്ലെങ്കിൽ മണി ലോണ്ടറിംഗ് ഗൈഡ് ലൈൻസോ അതെനിക്കറിയാം, കാരണം ഞാൻ അത് UA എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അക്കൗണ്ടിങ് ആക്ച്വലി ഇറ്റ്സ് ഓൾസോ എ പാർട്ട് ഓഫ് ദ ഫ്ലൈവേൾഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അല്ലെ. ഫ്ലൈവേൾഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇറ്റ്സ് എ ബിഗ് അംബ്രല്ല, എന്താ പറയാ, ഒരു വൺ സ്റ്റോപ്പ് ഷോപ്പ്, ഒരു കുഞ്ഞ് സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയാം അല്ലെ. ഫ്ലൈവേൾഡിനകത്ത് ഇല്ലാത്ത വേർട്ടിക്കൽസ് ഇല്ല. ഫ്ലൈവേൾഡ് ഇമിഗ്രേഷൻ തൊട്ട് ഓവർസീസ് എഡ്യൂക്കേഷൻ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതൊക്കെ ഓവർസീസ് എഡ്യൂക്കേഷൻ ആണ്. പിന്നീടാണ് മനസ്സിലാവുന്നത് ഇത്രയും വേർട്ടിക്കൽസ് ഉണ്ട് ഇതിനകത്ത്. അക്കൗണ്ടിങ് ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്, ട്രാവൽസ് ഉണ്ട്. ഇപ്പൊ നാട്ടിലേക്ക് പൈസ അയക്കണമെങ്കിൽ ഫ്ലൈവേൾഡ് മണി ട്രാൻസ്ഫർ ഉണ്ട്. ഇപ്പം റിയൽറ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല ഫ്ലൈവേൾഡിനകത്ത്. അപ്പം when a customer comes to you, ഒരാള് when they approach the flywheel umbrella, what is that extra edge they're getting? What's that extra advantage they're getting? എനിക്ക് ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, as an accountant എനിക്ക് ഈ സർവീസുകളെല്ലാം എൻ്റെ ക്ലയൻസിന് കൊടുക്കാം. നമ്മൾ ബേസിക്കലി ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു മൾട്ടി കൾച്ചറൽ ആൾക്കാരിലുള്ള ഓക്കെ. ഇപ്പൊ പുറത്തുനിന്ന് രാജ്യത്തുനിന്ന് ആൾക്കാർ വരണം, എന്നാലേ ഈ കൺട്രി വർക്ക് ആവത്തുള്ളൂ. അപ്പം ഫസ്റ്റ് വന്നു ഒരാൾക്ക് ഒരു TFN നമ്പർ വേണം, ABN നമ്പർ വേണം, കമ്പനി ക്രിയേഷൻ വേണം. ഇതെല്ലാം എനിക്ക് സർവീസ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ഇപ്പം ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഒരു കോൺട്രാക്ട് റിവ്യൂ ചെയ്യണം. ഫ്ലൈവേൾഡ് ഫോർ കൊമേഴ്ഷ്യൽ ലോയേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വന്നു, ഒരു സ്റ്റുഡന്റ് ആയിട്ട് വന്നു, അവന് പെർമനന്റ് റെസിഡൻസിക്ക് പോകണം. ഫ്ലൈവേൾഡ് മൈഗ്രേഷൻ ആൻഡ് ബിസിനസ്, ഫ്ലൈവേൾഡ് മൈഗ്രേഷൻ ആൻഡ് ലീഗൽ സർവീസസ് ഉണ്ട്. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം, പണി ഉണ്ടാക്കി കാശുണ്ടായി നാട്ടിലേക്ക് അയക്കണം, അല്ലെങ്കിൽ നാട്ടിലേക്ക് വായിക്കാം, ഇങ്ങോട്ട് വായിക്കാം. ഫ്ലൈവേൾഡ് മണി ഉണ്ട്. ഇനിയിപ്പം നമുക്ക് കാശൊക്കെ ആയി, നമുക്കൊരു വീട് മേടിക്കണം, ഒന്ന് സെറ്റിൽ ചെയ്യണം. അപ്പൊ നമുക്ക് FW റിയാലിറ്റി ഉണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ നമുക്ക് കൺവെൻസിങ്ങിന് വീട് മേടിച്ചാൽ മാത്രം പോരെ, ഇവിടെ രജിസ്റ്റർ ചെയ്യണം. ഇല്ല, മനസ്സിലായില്ല. അപ്പൊ അത് തന്നെ FW നമുക്ക് ഫ്ലൈവേൾഡ് കൊമേഴ്ഷ്യൽ ലോയേഴ്സ് ഉണ്ട്. ഇതെല്ലാം ചെയ്തേക്കുന്നത് നമ്മളൊരു ലീഗൽ ഫേമാണ്. ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് അക്കൗണ്ടിങ് എന്നാന്ന് വെച്ചാൽ ഇതൊരു വൺ സ്റ്റോപ്പ് ഷോപ്പാണ്.
ഓസ്ട്രേലിയ വൈഡ് എനിക്ക് ക്ലയൻസ് ഉണ്ട്. അതിപ്പം ചെറിയ വെർച്വലിയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിപ്പോ എനിക്ക് 3 രീതിയിൽ ചെയ്യാം. എന്റെ ഓഫീസിൽ വരാം, ഫോണിൽ സംസാരിക്കാം, സൂം വഴി വർക്ക് ചെയ്യാം. കാരണം ഇപ്പം ഈ ഒരു ഇന്ത്യയിൽ ഇരിക്കുന്ന ഒരാൾക്ക് എന്നെ കുറിച്ച് എന്റെ അഡ്വൈസ് എടുക്കണം, എനിക്ക് അവർക്ക് ചെയ്യാം. ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം സ്റ്റാർട്ടപ്സ് വരുന്നതിന്റെയും ഒക്കെ ഉള്ളത് ഞാൻ ബേസിക്കലി ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യൻ സ്റ്റാർട്ടപ്സ് ഇവിടെ ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ എല്ലാം നമുക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കാൻ നമുക്ക് പറ്റും. കാരണം ഞാൻ എമർജിങ് എക്കോണമീസിലുണ്ട്. ഞാനും കേട്ടിരുന്നു സ്മോൾ ബിസിനസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനും കൂടിയാണ് ഇത്, അല്ലെ? അതും ഒത്തിരി എമർജിങ് ടെക്നോളജീസ്, AI ആയിക്കോട്ടെ, റോബോട്ടിക്സ് ആയിക്കോട്ടെ, സ്പേസ് റിലേറ്റഡ് ബിസിനസ്സസ് ആയിക്കോട്ടെ, അങ്ങനെ ഒത്തിരി സ്റ്റാർട്ടപ്സിനെയും ഒത്തിരി ബിസിനസ്സസിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫ്രം എൻ അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവ്. അപ്പം ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി ഒരു കുഞ്ഞു ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളെ ഹൗ കെൻ യു ഹെൽപ്പ് ഔട്ട്? ഹൗ കെൻ യു ഹെൽപ്പ് ബിസിനസ്? ഇപ്പം ആ മനുഷ്യന്റെ വിഷൻ എന്നാന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ സ്ട്രക്ചറിലായിരിക്കും നമ്മൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് പക്ഷേ ഇൻഡിവിജ്വൽ സ്ട്രക്ചർ ആകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് നമ്മുടെ പേഴ്സണൽ അസറ്റിനെ, ഒരാൾ സ്യൂ ചെയ്ത പേഴ്സണൽ അസറ്റിനെ അഫക്ട് ചെയ്യും. ഇപ്പൊ കമ്പനി ആണെങ്കിൽ അത് നമുക്ക് ഇപ്പം അതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലിമിറ്റഡ് ലയബിലിറ്റി പ്രൊവിഷൻസ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ഒരാൾ റിസ്ക് എടുക്കുമ്പോൾ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. റിസ്ക് മിറ്റിഗേറ്റ് പോവുകയാണെങ്കിൽ അത് തന്നെ. അപ്പൊ അങ്ങനെ കമ്പനി, അപ്പൊ ഓരോ സ്ട്രക്ചർ ഓരോ പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്. വന്ന് നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു ഹെൽപ്പ് ആവശ്യം വന്നാൽ വി ക്യാൻ റീച്ച്. അതെ, വരിക. വൺസ് നിങ്ങൾ ഇതിനകത്ത് വന്നു പെട്ടാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ആ ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ കേട്ട വേറൊരു കാര്യമായിരുന്നു, ഇപ്പൊ നമ്മൾ വേറൊരു ഓർഗനൈസേഷനിൽ, ഏതൊരു ഓർഗനൈസേഷനിൽ ചെന്നാൽ ആദ്യം ഒരു ഇനിഷ്യൽ കൺസൾട്ടേഷൻ ഉണ്ടല്ലോ. പലയിടത്തും അത് ജസ്റ്റ് ഫോർ നെയിം സേക്ക്, പേരിന് വേണ്ടി ധൃതി പിടിച്ച് റഷ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ മിസ്റ്റർ സാക്കിയുടെ ഇനിഷ്യൽ കൺസൾട്ടേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് കേട്ടു. ഭയങ്കര സമയമെടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെ എല്ലാ കൺസേൺസും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മനസ്സിലാക്കി ശരിക്കും അവരെ ഹെൽപ്പ് ചെയ്യണം എന്ന് ജെനുവിൻ ആയിട്ട് ഉള്ള രീതിയിൽ അവരെ ചെയ്യുന്ന ഒരു കൺസൾട്ടേഷൻ ആണെന്ന് കേട്ടു. ഇത് സംഭവിക്കുകയാണോ? കാണാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഏത് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും ആയിക്കോട്ടെ, ഇവർക്ക് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് കാണും. ശരി, അവർക്ക് ആ ഒരു ഇപ്പം പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന ഒരാളാണ് എങ്കിൽ അവർക്ക് ക്വസ്റ്റ്യൻസ് ധാരാളം. അവർ റിസ്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു പോയിന്റിൽ അവർക്ക് കംഫർട്ട് ലെവലിൽ വരണം. അപ്പൊ ഞാൻ എന്നെ എന്ന് വെച്ചാൽ ആ ക്ലയന്റിന്റെ ആരാണെങ്കിലും ആ ക്ലയന്റിനെ കണ്ട് അവരോട് സംസാരിച്ച് അവരുടെ ആഗ്രഹങ്ങൾ എന്താന്ന് കണ്ട് അല്ലെങ്കിൽ അവരുടെ പൊട്ടൻഷ്യൽ എന്നാന്ന് കണ്ട് എന്നിട്ടാണ് ഞാൻ പറയും ഇന്നത് വഴി ചെയ്യുക. ഓക്കെ, ഇപ്പൊ വേറൊരു ഗുണം വെച്ചാൽ എക്സിസ്റ്റിംഗ് ക്ലയന്റ് ബേസിൽ നിന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ എന്റെ ഒരു ക്ലയന്റ് ഉണ്ട്, ആ ക്ലയന്റിന് ഒരു റിക്വയർമെന്റ് ഉണ്ട്. അപ്പം മറ്റേ ക്ലയന്റ് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും, നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ സ്റ്റുഡന്റ് സ്പേസിൽ ഒത്തിരി വെരി ക്ലോസ്ലി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പം പലരും സ്റ്റുഡന്റ് സ്പേസിൽ എന്തോരം ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട് ഇവിടെ. ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻസ് കിട്ടിയത് മിസ്റ്റർ സാക്കിക്കായിരുന്നു. അത് എന്താണ് സംഭവം? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് പഠിച്ചപ്പോ എനിക്ക് CPA എന്നാന്നോ പോലും അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ എന്റെ ഓഫീസിൽ തന്നെ എല്ലാ വർഷവും ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും ഒരു സ്റ്റുഡന്റിന്റെ ഒരു സാധാരണ ആൾക്കാർക്ക് ചെയ്യുന്ന ഒരു ഫീസ് മേടിക്കാറില്ല. കാരണം എനിക്കറിയാം അവരുടെ ലൈഫ് എത്രത്തോളം ഹാർഡാണെന്നുള്ളത്. അപ്പം അവർ ഒരു വശത്ത് അവർക്ക് പഠിക്കണം, മറുവശത്ത് ജോലി ചെയ്യണം, നാട്ടിൽ നിന്ന് ലോൺ എടുത്തിട്ടായിരിക്കും വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ജീവിക്കാൻ പാടുപെടുന്ന പിള്ളേരുണ്ട്. അപ്പൊ ഞാൻ എസ്പെഷ്യലി ഞാൻ അത് എപ്പോഴാണ് കണ്ടെന്ന് ചോദിച്ചാൽ കോവിഡിന്റെ സമയം ഞാൻ ശരിക്കും കണ്ടു. അത് കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലാക്കി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഞാനത് അങ്ങ് വലിയൊരു കാര്യമായിട്ടൊന്നും അല്ല പറയുന്നത്, പക്ഷെ വിത്തിൻ മൈ ലിമിറ്റ്സ് ഞാനത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി നോർമൽ റേറ്റ്സിനേക്കാൾ താഴ്ന്ന ഒരു ഫിഗർ ആയിരിക്കും എപ്പോഴും ഞാൻ സ്റ്റുഡൻസിന്റെ വാങ്ങുന്നത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്. അല്ല, ട്രസ്റ്റ് മീ, അത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. അറ്റ്ലീസ്റ്റ് പിള്ളേർക്ക് അതൊരു ചെറിയ കാര്യമല്ല. കാര്യം ഞാൻ പറഞ്ഞപ്പോ തന്നെ സാക്ഷിയേട്ടൻ അറിയാം. ഇപ്പൊ സത്യം പറഞ്ഞുണ്ടല്ലോ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മേജർ ഹെഡ്ലൈൻസിലൊക്കെ ഞാൻ കാണുന്ന ഒരു സംഭവമാണ് ഈ എൻഡ് ഓഫ് ഫൈനാൻഷ്യൽ ഇയർ ചേഞ്ചസ്, റീസെന്റ് അപ്ഡേറ്റ്സിലൊക്കെ സൈഡ് ഹസ്ലേഴ്സ് അണ്ടർ ദ റേഡാർ എന്ന് പറഞ്ഞിട്ട് കുറെ സ്ഥലത്ത് കണ്ടു. അപ്പം ഉബർ ഈറ്റ്സ് അല്ലെങ്കിൽ ഡോ ഡാഷേഴ്സ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, യൂട്യൂബേഴ്സ്, അങ്ങനെ ഈ വരുന്ന സൈഡ് ഹസൽസ് എല്ലാം സൈഡ് ഹസൽ ഇൻകം കൂടെ നമ്മൾ മസ്റ്റ് ആയിട്ടും ഡിക്ലെയർ ചെയ്യണം. അങ്ങനെ കുറെ സംഭവങ്ങൾ. നമുക്ക് GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻകം ഡിക്ലെയർ ചെയ്തിരിക്കണം. നമുക്ക് പലപ്പോഴും പലരും ഇത് റിപ്പോർട്ട് ചെയ്യാറില്ല. പക്ഷേ
ഗവൺമെന്റ് ഡാറ്റ അനലിറ്റിക്സ് നടത്തി ഇപ്പൊ ഈ സാധനം കണ്ടുപിടിക്കുന്നുണ്ട്. റൈറ്റ് ഷെയർ, പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, റെന്റൽ പ്രോപ്പർട്ടി, ഹോം ഓഫീസ് കാൽക്കുലേഷൻസ്, ഇതെല്ലാം ഇതിനൊക്കെ സ്പെസിഫിക് ഗൈഡ്ലൈൻസ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഇത് വളരെ ശ്രദ്ധിച്ചു വേണം ഈ വർഷങ്ങളിൽ ഇനി അങ്ങോട്ട് ചെയ്യാൻ. ചെയ്തില്ല ഞാൻ ഉറപ്പ് പറയാം നോട്ടീസ് വരും. നിങ്ങൾക്കൊരു ഇൻകം ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് TFN ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോൺ ലോജ്മെന്റ് അഡ്വൈസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ഫയൽ ചെയ്ത് പോകണം. ഓക്കെ, ഇതൊന്നും ഒരു കാരണവശാലും ആദ്യമായിട്ട് ഈ രാജ്യത്ത് വരുന്ന ഒരാൾക്ക് അറിയുണ്ടാവില്ല. അതെ അതെ, തീർച്ചയായിട്ടും. ശരിക്കും ഇത്ര നേരം ഇരുന്ന് സംസാരിച്ചപ്പോ തന്നെ there is something I really want to ask you. പാലേന്ന് ഇവിടം വരെ എത്തി, ഇത്രയും കാര്യങ്ങൾ ചെയ്തു, ഒത്തിരി സ്ട്രഗിൾ ചെയ്തു, ഒത്തിരി കാര്യങ്ങൾ നേടി, ഒത്തിരി പേരെ ഇപ്പൊ സഹായിക്കുന്നു. ശരിക്കും വാട്ട് ഈസ് ദ സീക്രട്ട്? What is your mantra for success? Mantra എന്ന് പറഞ്ഞാൽ there is virtually nothing in this world you cannot accomplish. Okay, if you want it badly enough and willing to work smart, okay, you should be at the right place at the right time. അത് മാത്രമല്ല with the right people. Okay, ഇതിന്റെ കൂടെ 2-3 കാര്യങ്ങളൂടെ ഞാൻ പറയാം. പെർസീവറൻസ് ആൻഡ് കൺസിസ്റ്റൻസി. ഇത് പെർസീവറൻസ് കൺസിസ്റ്റൻസി ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്നേക്കാളും സ്കിൽഡ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. അതുപോലെ പണിയെടുത്തിട്ടാണ് അതുപോലെ അതാ ഞാൻ പെർസീവറൻസ് ആൻഡ് കൺസിസ്റ്റൻസി. നമ്മൾ എഫേർട്ട് ഇട്ടോണ്ടേയിരിക്കും, നമ്മൾ തോറ്റോണ്ടേയിരിക്കും. പക്ഷെ പെർസീവറൻസ് വേണം. നമ്മൾ ഒരു പോയിന്റിൽ നമ്മൾ എത്തും. 2019 ഒക്ടോബറിൽ എന്റെ ജീവിതത്തിൽ സംഭവിച്ചതാ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത്രയും കൺവിക്ഷനോട് പറയുന്നത്. എനിക്ക് ഞാൻ പറഞ്ഞു ഒരു ലെവല് കഴിഞ്ഞ് നമ്മൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, റൈറ്റ് പീപ്പിള്, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസിൽ അത് എത്തിയാൽ നമ്മൾ ആ സക്സസ് ലെവലിൽ എത്തും. ഇപ്പൊ ഞാൻ പറഞ്ഞ സിംഗ്ലി എന്ന് പറഞ്ഞൊരു ആപ്പ് ഞാൻ ചെയ്യുന്നുണ്ട്. അതിപ്പോ മാർക്കറ്റിലേക്ക് വരും. ഇപ്പൊ അടുത്ത ആഴ്ച ഞാൻ ലോഞ്ച് ചെയ്യാണ്. എന്റെ ക്ലയൻസിന് എല്ലാവർക്കും ചെല്ലും. സിംഗ്ലിയുടെ ആപ്പ് ടാക്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി ഒരു പുതിയൊരു തുടക്കമാണ്. നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം. ഞാൻ ആക്ച്വലി ആപ്പിന്റെ കാര്യം കേട്ടപ്പോഴും ആലോചിക്കായിരുന്നു. ഞാൻ ആം ഫ്രം IT. എനിക്ക് ഫൈനാൻസിൽ ഒരു ബന്ധമില്ല, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് ഫൈനാൻസ് റിലേറ്റഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ ടാക്സ് ഫയലിംഗ് ഒക്കെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നെ പോലത്തെ ഒത്തിരി ആൾക്കാരുണ്ട്. ഓരോ പ്രാവശ്യം ഓരോ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓരോ ടാക്സ് ഫയലിംഗ് പീരീഡ് എത്തുമ്പോഴത്തേക്കും പേടിയാണ്. ബിക്കോസ് ദർസ് എ ലോട്ട് ഓഫ് ബാക്ക് ആൻഡ് ഫോർത്ത്, ദർസ് എ ലോട്ട് ഓഫ് അഡ്മിൻ. അപ്പൊ ഇഫ് ദർ ഇസ് എൻ ആപ്പ് ദാറ്റ് കൻ മേക്ക് അവർ ലൈഫ് സിമ്പിൾ. അതിപ്പോ ഒരു ആപ്പിന്റെ അകത്ത് തന്നെ നിങ്ങളുടെ എല്ലാ ലൈഫ് ഭയങ്കര സിമ്പിൾ ആക്കുക. Absolutely loved having this conversation with you. Thank you so much. അപ്പോൾ you know the drill. എന്തെങ്കിലും ടാക്സേഷൻ അല്ലെങ്കിൽ ഫൈനാൻസ് റിലേറ്റഡ്, അക്കൗണ്ടിങ് റിലേറ്റഡ് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ you know whom to reach out to. വെബ്സൈറ്റ്സ് ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്. വിൽ പ്രൊവൈഡ് ഓൾ ഓഫ് ദാറ്റ് ഹിയർ. ഓൾസോ ഞാൻ കേട്ടു വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ടാക്സ് റിലേറ്റഡ് കാര്യങ്ങൾ ഹെൽപ്പ് ചോദിച്ചു വിളിച്ചു കഴിഞ്ഞാൽ യു ഹാവ് എ സിസ്റ്റം, കോൾ ബാക്ക് കിട്ടും. സോ യു ആർ ഇൻ സേഫ് ഹാൻഡ്സ്. So thank you so much. Thanks for your time. Nice talking to you. You too, and good luck with your future. Thank you very much. Thank you.